ബേക്കിംഗ് ഫ്രം ദി ഹാർട്ട് ഡെലിവറിങ് ലവ് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് നമ്മുടെ പ്ലം കേക്കിൻ്റെ സോക്കിംഗ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ അതിനുള്ള സാധനങ്ങളെല്ലാം ഞാൻ പോയി ബേക്കേഴ്സിൽ നിന്ന് വാങ്ങിയായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് കാണിക്കാം. നമ്മൾ പ്ലം കേക്കൊക്കെ എന്ന് പറയാറുണ്ടെങ്കിലും അതിൽ പ്ലം ഇതുവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അപ്പോൾ അതിനായിട്ടുള്ള പ്ലമ്മും ചെറീസും ടൂട്ടി ഫ്രൂട്ടിയും ഡേറ്റ്സും പിന്നെ റൈസൻസും അങ്ങനെ കുറേ സാധനങ്ങൾ ഞാൻ ഇതിനായിട്ട് വാങ്ങിയായിരുന്നു കേട്ടോ. കിവിയൊക്കെ വാങ്ങിയായിരുന്നു. അപ്പോൾ ഇതിൻ്റെ സോക്കിംഗ് വീഡിയോ ആണ് നിങ്ങളെ ഞാനിപ്പോൾ കാണിച്ചു തരുന്നത് കേട്ടോ. ഞാനിവിടെ ഒരു ഒതൻറ്റിക് പ്ലം കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനുള്ള സോക്കിങ്ങാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കിവി എടുത്തിട്ടുണ്ട്, പിന്നെ കറുത്ത മുന്തിരി എടുത്തിട്ടുണ്ട്, പിന്നെ ഈ മഞ്ഞ മുന്തിരി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ എടുത്തിരിക്കുന്നത് ഇത് പ്ലം ആണ് കേട്ടോ. നിങ്ങൾ ഇതുവരെ പ്ലം കേക്കിൽ പ്ലം കണ്ടിട്ടുണ്ടോ? അപ്പോൾ ഈ ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ഇതിൽ ആഡ് ചെയ്യുന്നത്. പിന്നെ ചെറീസ് എടുത്തിട്ടുണ്ട്, പിന്നെ ആപ്രിക്കോട്ട് എടുത്തിട്ടുണ്ട്, ഡേറ്റ്സ് ഉണ്ട്, ടൂട്ടി ഫ്രൂട്ടി 3 കളറിലുള്ളതും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ എങ്ങനെയാണ് സോക്ക് ചെയ്യുന്നതെന്നൊന്ന് നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ആദ്യം ഇതെല്ലാം ഞാൻ ഇതേപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം കട്ട് ചെയ്തതിന് ശേഷം ആണ് നമ്മൾ ഇത് സോക്കിങ്ങിനായിട്ട് യൂസ് ചെയ്യുന്നത്. റൈസൻസ് ആയാലും ഞാൻ ഇതേപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് നമുക്ക് ആ പ്ലം കേക്ക് തിന്നുമ്പോൾ ഒരു ടേസ്റ്റ് തോന്നുന്നത്. ഇത് ഞാൻ സോക്ക് ചെയ്യുന്നത് റമ്മിലും വിസ്കിയിലുമാണ് കേട്ടോ. ഞാനിവിടെ ഉണ്ടാക്കുന്ന ഒരു റിച്ച് ആൽക്കഹോളിക് പ്ലം കേക്കാണ് കേട്ടോ. ഇതിലായിട്ട് നമുക്ക് ക്രഷ് യൂസ് ചെയ്യുന്നുണ്ട്, ഹണി യൂസ് ചെയ്യുന്നുണ്ട്, ജാം, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഞാൻ കാണിച്ചു തരാം. അതിന് നമ്മൾ ഈ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം നമ്മൾ ഒരു വലിയൊരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ മിക്സ് ചെയ്യാനായിട്ട്. ഞാനൊരു ബേക്കിംഗ് ട്രെയിലാണ് കേട്ടോ എടുത്തിരിക്കുന്നത് മിക്സ് ചെയ്യാനായിട്ട്. എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും ഇതേപോലെ ഇട്ട് കൊടുത്ത് നന്നായി തന്നെ നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കാരണം എല്ലാ ഫ്രൂട്ട്സും എല്ലായിടത്തും എത്തുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഞാനൊരു ക്യാൻഡി ജിഞ്ചറും പിന്നെ സ്പൈസസൊക്കെ ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ക്യാൻഡി ജിഞ്ചറൊക്കെ ഞാൻ വീട്ടിൽ തന്നെ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ അതേ ഇതിലോട്ട് പിന്നെ ജാം, ക്രഷ്, ഓറഞ്ചിൻ്റെ ക്രഷ്, സ്ട്രോബെറി, ഹണി എല്ലാം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് കുറച്ച് നേരം ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കണം കേട്ടോ. എന്നാലും എല്ലാ സ്ഥലത്തേക്കും ആ ഒരു ജാമും ക്രഷും എല്ലാം എത്തുള്ളൂ. പിന്നെ ഇതിലോട്ട് ഞാൻ ചേർക്കുന്നത് വിസ്കിയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് വിസ്കി ഒഴിച്ച് കൊടുത്തിട്ട് ഇതും നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിലോട്ട് ഓറഞ്ചിൻ്റെ പീലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് ഞാൻ ഹോം മെയ്ഡായിട്ട് തന്നെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ആ ഓറഞ്ചിൻ്റെ പീലും പിന്നെ ഓറഞ്ച് ക്യാൻഡീസും എല്ലാം ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് സോക്ക് ചെയ്യാനായിട്ട് ഒരു ജാറിലോട്ട്, ഗ്ലാസ് ജാറിലോട്ടാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് പിന്നെ റമ്മും കൂടി ചേർത്ത് സോക്ക് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ ഇതൊരു എല്ലാ ദിവസവും ഒരു 6 ദിവസമെങ്കിലും മിനിമം എടുത്ത് ഇങ്ങനെ നമ്മൾ കുലുക്കി കൊടുക്കണം കേട്ടോ. കാരണം എന്നാലേ അത് നന്നായി തന്നെ സോക്കായിട്ട് കിട്ടുള്ളൂ. പിന്നെ ഇത് റിച്ച് പ്ലം കേക്ക് ആയതുകൊണ്ട് നമ്മൾ ഇതിലോട്ട് ബട്ടറും നട്ട്സും കാഷ്യൂം ആൽമണ്ട്സും എല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ബ്രൗൺ ഷുഗറാണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു കേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രീ ബുക്ക് ചെയ്താൽ മാത്രമേ ലഭിക്കുകയുള്ളൂ. കാരണം ഇത് നമ്മുടെ അടുത്ത് ലിമിറ്റഡ് സ്റ്റോക്കായിട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത്. നോർമൽ കേക്ക് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ബുക്ക് ചെയ്യാം. പക്ഷേ ഈ ഒരു ഒതൻറ്റിക് ആയിട്ടുള്ള റിച്ച് പ്ലം കേക്ക് വേണമെങ്കിൽ നേരത്തെ തന്നെ ബുക്ക് ചെയ്യണം. ഇത് നമ്മൾ ആൽക്കഹോളിക്കും നോൺ ആൽക്കഹോളിക്കായിട്ടും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ അത് വേഗം പ്രീ ബുക്ക് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ലിമിറ്റഡ് സ്റ്റോക്കാണ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. എല്ലാവരും ഒന്ന് വേഗം ബുക്ക് ചെയ്തോളൂ. പിന്നെ ഈ ഒരു പ്ലം കേക്ക് ഓൾ കേരള ഡെലിവറി അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ വേഗം ബുക്ക് ചെയ്തോ കേട്ടോ.